നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ജാനകി എന്റെ കൊച്ചുമോളല്ലെന്ന് പറഞ്ഞാ പിന്നെ എങ്ങനാ? എന്താ ഇത് കൗസല്യേ? ജാനകി എന്റെ അനന്തരവള, അവളെ എനിക്ക് എന്റെ മരുമകളാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിനക്കെന്താ ഒരു മാറ്റം? ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്തുവമ്മേ. ജാനകി തന്നെയാ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ദേ ഇപ്പൊ പോലും അമ്മയുടെ കൊച്ചുമകളല്ലെന്ന് ആര് പറഞ്ഞു? അമ്മയുടെ മോളല്ലേ ശാന്തിയമ്മായി. പക്ഷെ ഈ ജാനകി എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, അവരെ വിളിച്ചോണ്ട് വരാന്നും പറഞ്ഞിട്ടാ ഇപ്പൊ ഇവിടുന്ന് പോയത്. മറ്റാരോ രണ്ടുപേര് ജാനകിയുടെ അച്ഛനും അമ്മയാണെങ്കി പിന്നെങ്ങനെ ഇന്ദുമ്മയുടെ കൊച്ചുമോളാവും? കൊട്ടാരം വീട്ടിലെ അനന്തരവൾ എങ്ങനെയാവും? മാളവിക എന്റെ അനന്തരവളെന്ന് കരുതി അവളെ മരുമകളാക്കാന്ന് വിചാരിച്ചു. അതും ചതിയാണെന്ന് പിന്നീട് മനസ്സിലായത്. അതി പിന്നെ ഈ ജാനകിയെങ്കിലും സത്യമായിരിക്കുമെന്ന് ഞാൻ കരുതി. ഇപ്പൊ അവളും കള്ളിയാണെന്ന് തെളിഞ്ഞിരിക്കുക. അങ്ങനെ വരാൻ സാധ്യതയില്ല. ജാനകി ഒരിക്കലും അങ്ങനെ കള്ളം പറയില്ല. അങ്ങനെ ചതിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ സ്വത്തിന്റെ ഡോക്യുമെന്റ്സ് എങ്കിലും അവൾ എടുത്തോണ്ട് പോകില്ലായിരുന്നു. ആർക്കറിയാം, അതിനേക്കാളും വലിയ പ്ലാൻ വല്ലതും ആണെങ്കിലോ? ജാനകി മാളവികയെക്കാളും ഒക്കെ പെരുങ്കള്ളിയാണെങ്കിലോ? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ദാസ. ജാനകി ഒരിക്കലും ഒരു മോശക്കാരിയാകില്ല. എന്റെ എന്തുവമ്മേ, നമുക്കിഷ്ടമുള്ള വ്യക്തികളെല്ലാവരും നല്ലവരായിരിക്കണമെന്നും നിയമമൊന്നുമില്ലല്ലോ. അന്ന് അവളുടെ കൂടെ വന്നിരുന്ന ആ കിളവി ആരാണെന്ന് നമുക്കറിയോ? അവര് പറഞ്ഞത് വെച്ചല്ലേ നമ്മളത് വിശ്വസിച്ചത്. പക്ഷെ അവരെ കണ്ടപ്പോഴേ നല്ല മുഖപരിചയം തോന്നിയിരുന്നു. ആ സ്ത്രീയെ അതിനു മുമ്പ് ഞാൻ എവിടേക്കോ വെച്ച് കണ്ടിട്ടുണ്ട്. ആ കല്യാണ വീഡിയോ വീട്ടിലുണ്ടല്ലോ അല്ലേ? അതിൽ ആ കിളവിയുടെ വീഡിയോ ഉണ്ടായിരിക്കുമല്ലോ. അതിപ്പോ എവിടെയാ ഉള്ളത്? മോളെ ഇതുവരെ കണ്ടില്ലല്ലോ. വന്നോണ്ടിരിക്കുക. ഇപ്പൊ എങ്ങെത്തും? നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് തൊഴുതട്ടൊക്കെ വന്നോളൂ. സാരമില്ല, മോള് വന്നിട്ട് വാ. നമ്മുടെ മോളെ ഇത്രയും കാലം കാത്തുരക്ഷിച്ചത് ഈ അമ്പലം ഇവിടുത്തെ ഈ ദൈവങ്ങളും ഒക്കെ അല്ലേ. നമുക്ക് ചെന്നൊന്ന് നന്ദി പറഞ്ഞിട്ട് വരാം. അല്ല, നമ്മൾ എന്താ ഇവിടെ വല്ല പൂജ മറ്റോ നടത്താൻ വന്നാണോ? ആ വൈദേഹിയും പിടിച്ചോണ്ട് പോയാ പോരെ? ഒന്ന് പോടി, അവരടുത്തൊന്ന് മാറി നിൽക്കുന്ന നല്ലത്. എന്നാലേ അവളെ നമുക്ക് പെട്ടെന്ന് കിട്ടൂ. ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. വൈദേഹി വരുമ്പോ പോയാ മതി. അവളെ കണ്ടാ തിരിച്ചറിയാലോ അല്ലേ? നിങ്ങളുടെ ഫോണിൽ അവളുടെ ഫോട്ടോ ഉണ്ടല്ലോ. നോക്കി. ഇതാണ് പെണ്ണ്. കണ്ടോ? മുഖം നല്ലോണം നോക്കൂ. നമ്മൾ പിടിച്ചോണ്ട് പോണ്ടത് ഈ പെണ്ണിനെയാ. വേറൊരു ഫോട്ടോയും ഉണ്ട്. ദേ നോക്ക്. ഇവനെ ഈ പരിസരത്ത് എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വൈദേഹിയുടെ അടുത്ത് പോകരുത്. ഇവന്റെ കൈപ്പെട്ട നമ്മുടെ കഥ തീർന്നു തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവനെയാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെ. അച്ഛാ, എന്റെ അച്ഛനും അമ്മയും എവിടെയാ? അവര് പൂജ കഴിക്കാൻ വേണ്ടി പോയിരിക്കുക. ഇപ്പൊ എങ്ങ് വരും മോളെ? എനിക്ക് അവരൊന്ന് കണ്ടാൽ മതിയെന്ന് തോന്നിപ്പോവാ. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എന്നാ വാ. അങ്ങോട്ട് നോക്കിക്കേ, ഏതൊരാൾ വന്നിട്ടുണ്ടല്ലോ.
അത് വൈദേഹിയൊന്നുമല്ല, വേറെ ഏതോ പെണ്ണാത്. വൈദേഹി വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഇയാളെന്താ ഈ പെണ്ണെ വിളിച്ചോണ്ട് വന്നേക്കുന്നത്? അതാരായാലും നമുക്കെന്താ, വൈദേഹി എങ്ങനെ ഇരിക്കുന്നു നമുക്കറിയാലോ. അവള് വന്നതും കാര്യം തീർത്ത് നമുക്ക് രക്ഷപ്പെടാം അല്ലേ? ശരി, അവര് വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വാ. ദേ മോളെ, ഇവരാ നിന്റെ അച്ഛൻ. ഈ പെണ്ണല്ല കേട്ടോ, ഫോട്ടോയിൽ കണ്ട നമ്മള് വേറെ ആളെയാ. നിക്ക് ജാനകി. ദേവേട്ടാ, വന്നത് നന്നായി. ദേവേട്ടനോട് ഒരു വലിയ കാര്യം പറയാനുണ്ട്. അതൊക്കെ അവിടെ നിക്കട്ടെ. ദേവേട്ടനൊന്ന് തിരിഞ്ഞു നോക്കിയേ. നോക്കിയേ, നോക്ക്. ഓഹോ, ഇവരാണോ വൈദേഹിയുടെ അച്ഛനും അമ്മയായിട്ട് വന്നിരിക്കുന്നേ? ആരായിരിക്കും ഇവര്? വാ വാ, രക്ഷപ്പെട്ടു, ഓടിക്കോ. ജാനകി, നീ പുറത്തേക്ക് വരരുത്. അകത്ത് തന്നെ നിന്നാ മതി. നിന്റെ ജീവൻ ആപത്താ. ദേവേട്ടാ, ദേവാ, ദേവേട്ടാ, ദേവാ, വാതിൽ തുറക്ക്. എന്താ അച്ഛത്? ദേവേട്ടനെ കണ്ടതും അവര് ഓടി രക്ഷപ്പെട്ടല്ലോ. എന്നിട്ട് ദേവേട്ടൻ അവരുടെ പിറകെ പോയിരിക്കുന്നു. ആർക്കറിയാം മോളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേവേട്ടാ, നിക്കടാ അവിടെ. അവിടെ നിൽക്കാൻ. നിങ്ങളവിടെ നിൽക്കാനാ പറഞ്ഞത്. മിസ്സായി പോയല്ലോ. ദേവാ, ദേവേട്ടാ, മോനെ, വാതിൽ തുറക്ക്. ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ. എന്ത് പറ്റി ദേവേട്ടാ? ദേവേട്ടനെ കണ്ടതും അവരെന്തിനാ ഓടിപ്പോയത്? അവരെ നിനക്ക് നേരത്തെ അറിയൂ? എനിക്കൊന്നും അറിയില്ല. എന്നെ കണ്ടതും അവരുടെ ഉദ്ദേശം നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഓടിയത്. അപ്പൊ അവർ രണ്ടുപേരും? അതിന് അവർ രണ്ടുപേരും വൈദേഹിയുടെ അച്ഛനും അമ്മയൊന്നും അല്ല. അച്ഛൻ എന്ത് പണിയാ കാണിക്കുന്നേ? ആരെങ്കിലും ഒന്ന് വൈദേഹിയുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം? നീ ഇപ്പൊ എത്ര വലിയ ആപത്തിലാ ചെന്ന് ചാടാൻ പോയെന്ന് അറിയോ നിനക്ക്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതല്ല ദേവേട്ടാ. എന്നാ ശരി, ഞാനൊരു അത്യാവശ്യ ജോലിക്കിടയിൽ എങ്ങോട്ട് വന്നത്. പിന്നെ അച്ഛാ, ജാനകിയെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ രണ്ടുപേരും സൂക്ഷിക്കണം. വഴിയിൽ അപകടങ്ങളുണ്ട്.
അച്ഛാ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാനാ വൈദേഹി എന്നപ്പോ ദേവേട്ടന് അറിയാമോ? അതുകൊണ്ടല്ലേ വൈദേഹിയുടെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് മാത്രല്ല അച്ഛാ, ജാനകി സൂക്ഷിക്കണമെന്നും കൂടി പറഞ്ഞിരുന്നു. ഒടുവിൽ അവൻ തന്നെ ജാനകി തന്നെയല്ലേ വിളിച്ചത്? അതല്ല അച്ഛാ, ദേവേട്ടന് എന്തൊക്കെയോ അറിയാം. ജാനകി വിളിച്ചോണ്ട് വന്ന ആ മുത്തശ്ശി പുറകിൽ എവിടെയല്ലേ നിൽക്കുന്നത്? നമുക്കൊന്ന് ഫോർവേഡ് ചെയ്ത് നോക്കാച്ചാ. അവിടെ ഒന്ന് പോസ്. മതി മതി, അവിടെ നിർത്ത്. കുറച്ചൊന്ന് പുറകോട്ട് വന്നേ. മതി, നിർത്ത്. ശാന്തി, ശാന്തി, എന്റെ ശാന്തമ്മ. അമ്മേ, അമ്മേ, എന്റെ അനിയത്തി ശാന്തമ്മ, എന്റെ ശാന്താദേവി, എന്റെ അനിയത്തി. അതേടാ ദാസ, അതെന്റെ മോള, എന്റെ മോള് തന്നെയാ. എന്റെ അനിയത്തി ശാന്തമ്മ, എന്റെ ശാന്തമ്മ. നമ്മുടെ ശാന്തിയ ദാസേട്ടാ. നമ്മുടെ ശാന്തി തന്നെയമ്മേത്. കല്യാണത്തിന് വന്നിട്ട് നമ്മളെ കാണുകയും മിണ്ടുകയും ചെയ്യാതെ എന്തിനവള് പോയി? എന്ന് വെച്ചാ അവൾക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ലെന്നല്ലേ? ദാസ, അവക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്തിനു നമ്മുടെ വീട്ടിലേക്ക് വരണം? എന്തോ സംഭവിച്ചിട്ടുണ്ടടാ. എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ദാസേട്ടാ, വീഡിയോ മൊത്തം നോക്കിയാലോ കാര്യം പിടികിട്ടു. എപ്പോഴാ വന്നേന്ന് പോയെന്നൊന്നും അറിയില്ലല്ലോ. ആരെങ്കിലും കാണാൻ വന്നതാണെങ്കിലും. ഊർമിളെ,
ചന്ദ്രികല്ലേ അത്? ചന്ദ്രികയും കല്യാണത്തിന് വന്നിട്ടുണ്ട്. മോളുടെ കല്യാണത്തിന്റെ അന്ന് മുഖം മറിച്ചവള് വന്നത് കണ്ടില്ലേ? അമ്മയും മോളും കൂടി ചേർന്ന് കുറെ നാളായി ദാസേട്ടെ നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അത് മാത്രമായിരിക്കില്ല. ചന്ദ്രിക ഇവിടെ വന്നതിനും ശാന്തമ്മ വന്നിട്ട് നമ്മളെ കാണാതെ പോയതിനും തമ്മിലെന്തോ ബന്ധമുണ്ടെന്ന് ഉറപ്പാ. എന്താ മെയിൻ എൻട്രൻസിന്റെ അടുത്തുള്ള CCTV ഫുട്ടേജ് മുഴുവൻ പുറത്തെടുത്തുണ്ട് വാ. ഇപ്പൊ എടുപ്പിക്കാ. എന്താ നീ ഒറ്റയ്ക്ക് വന്നോളോ? വൈദേഹി എവിടെ? വൈദേഹി വന്നില്ല മാഡം. ഇന്നലെ രാത്രി നീ അവളെയും കൊണ്ട് വരുമെന്നല്ലേ പറഞ്ഞത്? നിന്റെ തിരുമോന്ത കാണാനാന്ന് ഞാൻ വന്നേ. എന്ത് നാടകമാ കളിക്കുന്നേ? ഡേയ്, ഇവളെ പിടിച്ച് വണ്ടി കേട്ടടാ. മാഡം, സത്യമായിട്ടും എനിക്ക് വൈദേഹി ആരാണെന്ന് അറിയില്ല. നേരിട്ട് കണ്ട് മനസ്സിലാകുന്ന പോലെ പറയാന്ന് കരുതി അപ്പ അങ്ങനെ പറഞ്ഞു. എന്നെ എന്റെ അനിയത്തിയും വെറുതെ വിട്ടേക്ക് മാഡം. എന്തിനു നിങ്ങളെ ഞാൻ വിടണം? ഇവളെ പിടിച്ചോണ്ട് വെച്ച് അങ്ങനെ കിട്ടറാ. ചേച്ചിയോടും അനിയത്തിയോടും ചോദിക്കേണ്ട പോലെ ചോദിച്ചാ വൈദേഹി എവിടെയുണ്ടെന്ന് തനിയെ പറഞ്ഞോളും. മാഡം, മാഡം ഞാൻ പറയുന്നു കേക്ക് മാഡം. ഇങ്ങോട്ട് വിട്, ഞാൻ പറയുന്നത് സത്യം. മറ്റേവളെ ഇറങ്ങി പോടാ, അവളെ പിടിച്ചോണ്ട് വാ. എവിടേക്കാടി ചാടി പോകുന്നേ? മര്യാദക്ക് നടക്കാൻ പോലും പറ്റാത്തവളാ. ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കുന്ന ഒന്ന് കേറി. ഏത് തെണ്ടിയാടാ അത്? നീയായിരുന്നാ? ഇയാൾ ആരാണ് ഏട്ടാ? ഇയാളെ കണ്ട് ചേട്ടൻ എന്നാ പഠിക്കുന്നേ? എടാ, ഇതെന്റെ അളിയനാടാ. ചേട്ടന്റെ അളിയനോ? അപ്പൊ നമ്മുടെ ആളാ. എടാ, ഒന്ന് പറയുന്നു മനസ്സിലാക്കടാ. ഒന്നും മിണ്ടാരേട്ടാ. ചേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. വാടാ. ഓടാ മാഡം, മാഡം വണ്ടി കയറ്. അയ്യോ, ഓടിക്കോ. മാധുരി